ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പസ് ഇൻ്റർനാഷണൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിൻലൻഡ് സ്റ്റഡീസും അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. ഫിൻലൻഡിനെ കുറിച്ച് പൊതുവേ പറയുമ്പം വൺ ഓഫ് ദി ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആണ്. പിന്നെ നോർത്തേൺ യൂറോപ്പിൽ നോർഡിക് കൺട്രി ആയിട്ടാണ് ഫിൻലൻഡ് അറിയപ്പെടുന്നത്. നെയ്ബറിങ് കൺട്രീസ് ആയ സ്വീഡൻ, നോർവേ, അതേപോലെ റഷ്യ, ഇതിൻ്റെയൊക്കെ നടുക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു കൺട്രിയാണ് ഫിൻലൻഡ്. ഫിൻലൻഡ് ക്യാപിറ്റൽ ഹെൽസിങ്കി ആണ്. ഫിനിഷ് ആണ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എങ്കിൽ പോലും ബേസിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംഗ്ലീഷ് കരിക്കുലം ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാർക്കും അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ലൊരു കമാൻഡാണ് ഉള്ളത്. ടെക്നോളജിക്കലി നോക്കുകയാണെങ്കിൽ ഫിൻലാൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് കൺട്രി ആണ്. അവരുടെ ടെക്നോളജി വേൾഡിലേക്ക് തന്നെ ടോപ്പ് ക്ലാസ് ആണുള്ളത്. പിന്നെ ജയൻറ്റ് കമ്പനീസ് ലൈക്ക് നെസ്റ്റേ, അതേപോലെ നോക്കിയ, ഇതൊക്കെ ഒരു ഫിനിഷ് ബേസ്ഡ് കമ്പനിയാണ് എന്നുള്ളത് എത്ര പേർക്കറിയാം. ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫിൻലൻഡിൽ നോക്കുകയാണെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ അവിടെ ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ ഗ്രേഡ് 9 വരെയുള്ള ക്ലാസ്സസ് അതിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാൻഡേറ്ററി ആണ്. ഗ്രേഡ് 9 വരെയുള്ള എല്ലാ കുട്ടികളും അത് മാൻഡേറ്ററി ആയിട്ട് തന്നെ അവിടെ എഡ്യൂക്കേഷൻ എടുത്തിരിക്കണം എന്നാണ്. അതോടൊപ്പം തന്നെ സ്കൂളിൽ ഒരു കരിക്കുലം സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് അവേഴ്സ് കുറച്ചിട്ട് ഒരു പ്ലേ ടൈമാണ് കൂടുതലും ഫിൻലാൻഡിൽ ഫോളോ ചെയ്യുന്നത്. അത് കുട്ടികളുടെ ഒരു മെൻ്റൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എന്തുകൊണ്ടാണ് ഫിൻലൻഡ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻടേക്ക് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫിൻലൻഡിൽ മെയിൻ ഇൻടേക്ക് വരുന്നത് സെപ്റ്റംബർ തന്നെയാണ്. കാരണം ബാച്ചിലേഴ്സ് മോസ്റ്റ്ലി എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരു ഇൻടേക്കാണ് റൺ ചെയ്തത്, ദാറ്റ് ഈസ് സെപ്റ്റംബർ ഇൻടേക്ക്. എന്നിരുന്നാലും പി ജിയിലേക്ക് വരുമ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് ജാൻ ഇൻടേക്കും വരുന്നുണ്ട്. അതായത് 2 ഇൻടേക്സ് ആണ് മെയിൻലി ഫിൻലൻഡിൽ വരുന്നത്. ബാച്ചിലേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും സെപ്റ്റംബർ ഇൻടേക്കും, മാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ബോത്ത് സെപ്റ്റംബർ ആൻഡ് ജാൻ ഇൻടേക്കും ഓപ്പൺ ആണ്. പിന്നെ നമ്മൾ ഫീ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു ഫീ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 8,000 euros എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 lakh rupees 9 lakh rupees മുതലാണ് ഇനീഷ്യലി ഒരു ഫീസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ബോത്ത് ഫോർ ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും ഇതേ ഫീ സ്ട്രക്ചറാണ് വരുന്നത്. പിന്നെ മറ്റുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മിക്ക യൂണിവേഴ്സിറ്റീസും IELTS ചോദിക്കുന്നുണ്ട്. അതായത് ബാച്ചിലേഴ്സിലേക്ക് ചെല്ലുമ്പോൾ 6ഉം അതോടൊപ്പം തന്നെ മാസ്റ്റേഴ്സിലേക്ക് ചെല്ലുമ്പോൾ 6.5ഉം ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ചില യൂണിവേഴ്സിറ്റീസ് ഇപ്പം നമ്മൾ UK മുമ്പേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നല്ലൊരു കമാൻഡ് ഇംഗ്ലീഷിലുണ്ട്. അവരൊരു അക്കാഡമിക്കിൽ നല്ലൊരു ഗ്രേഡാണ് അവർക്കുള്ളതെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഒരു ഇൻ്റർവ്യൂ നടത്താറുണ്ട്. ജസ്റ്റ് ടു നോ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, വെദർ ദേ ഹാവ് ഗുഡ് കമാൻഡ് ഓവർ ഇൻ ഇംഗ്ലീഷ്. അത് കുട്ടികൾ സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മിക്ക യൂണിവേഴ്സിറ്റീസും IELTS വേവർ കൊടുക്കാറുണ്ട്. നെക്സ്റ്റ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോബാണ്. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പൊതുവേ എല്ലാ കൺട്രീസിലും വീക്ക്ലി അവേഴ്സ് 20 hours ആണ്. അതായത് പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. പക്ഷേ ഫിൻലൻഡിലെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കിന് എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അപ് ടു 30 hours വരെ പാർട്ട് ടൈം ലീഗലി അലൗഡ് ആണ്. ഫിൻലൻഡിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് നിലവിലത്തെ സിറ്റുവേഷനിൽ. നമുക്കറിയാം ഇപ്പോൾ UK എന്താണ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ കാനഡയിൽ എന്താണ്, പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കിനും ഫണ്ടിൻ്റെ ഇഷ്യൂ ഒക്കെ നമുക്കറിയാം. കാരണം അത്ര എഫേർട്ടൊക്കെ ചെയ്ത് പോകാൻ പറ്റണം കുട്ടികൾക്ക്. പക്ഷേ പിന്നെ ചില കൺട്രീസിലേക്ക് ഇപ്പം ഫാമിലിക്ക് വരാമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചില റെസ്ട്രിക്ഷൻസ് വെക്കാറുണ്ട്. അതായത് മെയിൻ ആപ്ലിക്കൻറ്റിനോടൊപ്പം ഫാമിലി വരാൻ പാടില്ല. ചിലപ്പോൾ വിസ റൂൾസിന് എന്തെങ്കിലും വിസ റെഗുലേഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഡിഫിക്കൽട്ടി നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷേ ഫിൻലൻഡിലെ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. മെയിൻ ആപ്ലിക്കൻ്റ് അപ്ലൈ ചെയ്യുമ്പം അല്ലെങ്കിൽ മെയിൻ ആപ്ലിക്കൻ്റ് ട്രാവൽ ചെയ്യുമ്പം തന്നെ സ്പൗസിനും അതേപോലെ ഫാമിലിക്കും കൂടെ ട്രാവൽ ചെയ്യാം. നോർമലി ഫിൻലൻഡിൽ ഒരു ലിവിങ് എക്സ്പെൻസ് വരുന്നത് ഒരു 600 to 700 അല്ലെങ്കിൽ ഒരു 900 euros വരെയാണ് മാക്സിമം ഒരു എക്സ്പെൻസ് വരുന്നത്. അതായത് നമ്മുടെ ഫുഡും അക്കോമഡേഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് 700 അല്ലെങ്കിൽ to 900 euros എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ജാനുവരി 2026 ഓപ്പൺ ആണ്. ഇപ്പോൾ കറക്റ്റ് ടൈമാണ്. കാരണം നമ്മൾ ഫിൻലൻഡിലേക്ക് ഒരു 2 മാസം മുമ്പെങ്കിലും നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. കുറച്ചൊരു ലെങ്തി പ്രോസസ്സാണ് ഫിൻലൻഡിൽ ഒരു വിസ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇതൊരു കറക്റ്റ് ടൈമാണ്. ഫിൻലൻഡിൽ കൂടുതലും ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യാൻ നോക്കുന്നവർക്കും കൂടെ നല്ലൊരു ഓപ്ഷനാണ്. അതായത് സ്പൗസ് ഫാമിലിയൊക്കെ ആയിട്ട് നോക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഫിൻലൻഡ്. ഫിൻലൻഡിൽ തന്നെ മേജർ യൂണിവേഴ്സിറ്റീസായ യൂണിവേഴ്സിറ്റി ഓഫ് ആൾട്ടോ, യൂണിവേഴ്സിറ്റി ഓഫ് വാൾസ, ഹെൽസിൻകി യൂണിവേഴ്സിറ്റി, ടാമ്പർ യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളിലേക്ക് ജാനുവരി 2026 ആപ്ലിക്കേഷൻ ഓപ്പൺ ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോമ്പസ് ഇൻ്റർനാഷണൽ ഹോട്ട്ലൈൻ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക.